ഹായ് ഹലോ. നമുക്ക് ചില സാരീസ് ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങോട്ട് ഗ്രാബ് ചെയ്യാൻ തോന്നും. കാരണം ചില സാരിയുടെ ആ ഒരു പ്രിന്റ്, അതിന്റെ വർക്ക് ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ യുണീക്ക് ആയിട്ട് തോന്നും. വെറുതെ കണ്ടാൽ തന്നെ നമുക്ക് എടുക്കണം, ഇത് എന്റെ വാർഡ്രോബിൽ ഉണ്ടാവണം എന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു സാരി കാണിച്ചു തരട്ടെ ഞാൻ. ഓക്കെ, ഇതാ കണ്ടോളൂ. ഇത് വന്നിട്ട് പെൻ കലങ്കാരി സാരീസ് ആണ്. ഒത്തിരി പേർക്കൊക്കെ ഈ സാരി ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ ഈ അജ്രക് പ്രിന്റ്, ഇക്കത്ത് പ്രിന്റ്, അതോടൊപ്പം തന്നെ കലങ്കാരി പ്രിന്റ്, ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സാരി വളരെ സ്പെഷ്യൽ ആണ്. കാരണം ഇത് വന്നിട്ട് പെൻ കലങ്കാരിയാണ്. ശരിക്കും നമ്മൾ ഫുള്ളായിട്ട് പെയിന്റ് ചെയ്ത് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാരി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് ഇത് മൊത്തം വരുന്നത്. ഇതിന്റെ രണ്ട് സൈഡിലും വന്നിരിക്കുന്ന ഈ ഒരു ബോർഡറിൽ വന്നിരിക്കുന്ന ഈ ട്രഡീഷണൽ കസവും കൂടെ ആയപ്പോ ശരിക്കും ഇത് വന്നിട്ടൊരു മാസ്റ്റർ വീവിങ് ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് ഇതിന്റെ പല്ലു കണ്ടോ, ശരിക്കും നമ്മളൊരു ചുമർ ചിത്രകഥയൊക്കെ എഴുതുന്ന, അല്ലെങ്കിൽ ഒരുപാട് ചിത്രരചനയൊക്കെ ഓർമ്മ വരണ അങ്ങനത്തെ ഒരു വളരെ പെയിന്റിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്കും, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കലയോടൊക്കെ ഒത്തിരി താല്പര്യമുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഈ സാരി ഒത്തിരി ഇഷ്ടമായിരിക്കും. എനിക്കിത് ഒത്തിരി ഇഷ്ടമാണ്. എന്ന് വിചാരിച്ച് ഞാൻ ഒരു കലാകാരി ഒന്നുമല്ല, പക്ഷെ എനിക്ക് പടം വരയ്ക്കാനും അല്ലെങ്കിൽ വെറുതെ സ്ക്രിബിൾ ചെയ്യാനും, വെറുതെ എന്റെ കയ്യിൽ കുറച്ചു നേരം ഒരു പേപ്പർ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്ക്രിബിൾ ചെയ്ത് ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോ എവിടെയൊക്കെ എന്തൊക്കെ ഒരു വാസനയുള്ളവർക്കും ഈ സാരി ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ഡിസൈനും വളരെ യുണീക്കാണ് കേട്ടോ. ഒരു പീകോക്ക്, ഫ്ലോറൽ, അതോടൊപ്പം തന്നെ ഒരു ഒരു യാർഡ് ലുക്ക് ഒക്കെ ഉള്ള ഒരു സാരി കണ്ടോ. ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് നമുക്ക് ഫുൾ ആയിട്ട് പ്രിന്റ് ആണ്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു പഷ്മിന സ്പൺ മെറ്റീരിയൽ ആണ് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, മൊഡാല് പോലെയൊന്നും അല്ല, വളരെ സോഫ്റ്റ് ആണ്. നമ്മുടെ പഷ്മിന ഷോൾ ഒക്കെ വരില്ലേ അതേപോലെ, പക്ഷെ ഇത്തിരി ഒരു സ്പൺ ഫീലിംഗ് ഉള്ള ഒരു സാരി, ഒരു ഫാബ്രിക് ആണ്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഫുൾ ആയിട്ട് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരിക്കും. രണ്ട് സൈഡിലും ഈ ഒരു കസവ് ബോർഡറും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇതിന്റെ ഡിസൈൻ പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ്. ഇതിന്റെ ബോർഡറിൽ വരുന്ന കളറിലും അതുപോലെ ബോഡി മൊത്തം വരുന്ന ഡിസൈനിലുള്ള കളറിലും ആണ് ചേഞ്ചസ് വരുന്നത്. ഡിസൈൻ എക്സാക്ട് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കളേഴ്സും കൂടെ കാണാം. ഇത് വന്നിട്ട് ഒരു പീകോക്ക് ഗ്രീൻ ആണ്. നെക്സ്റ്റ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു റെഡ് എന്ന് പറയാം നമുക്ക്, എന്നാൽ ഒരു പിങ്കിഷ് റെഡ് ആണ് കേട്ടോ. അതിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. കണ്ടോ, ഈ ഡിസൈനിൽ വരുമ്പോ ഇതിൽ നിങ്ങൾക്ക് അത്രയ്ക്കും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു റെഡിന്റെ കൂടെ സെയിം വന്നപ്പോൾ അത്രയ്ക്കും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ബ്ലാക്കിൽ ഈ ബേജ് പ്ലസ് ബ്ലാക്കും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഉടുത്ത് കാണിച്ചാലാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു ഭംഗി അറിയാൻ പറ്റുക. ഈ പെൻകലങ്കാരി ഡിസൈൻസ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇതിങ്ങനെ സെറ്റുമുണ്ട്, സെറ്റ് നമ്മുടെ സാരീസിലൊക്കെ മ്യൂറൽ പെയിന്റ് ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനത്തെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ബ്ലാക്ക് പിങ്ക് കോംബോ. കണ്ടോ, ഫുൾ ആയിട്ട് ആ ഒരു റെഡ് ബ്ലാക്ക് പിങ്ക് കോംബോ, അതിനൊപ്പം തന്നെ ഒരു മസ്റ്റർഡ് യെല്ലോയും കൂടെ കാണാം. നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് 955 ആണ് കേട്ടോ. 955 എന്ന് പറയുന്ന പ്രൈസ് ആണ്. ഇതിന്റെ പല്ലു കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പഷ്മിന സ്പണ്ണിലായതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ആക്ച്വലി ദിസ് ഇസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇതിന്റെ ബ്ലൗസ് പീസും കൂടെ കാണാം നമുക്ക്. ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതേപോലെ ഫുൾ ആ ഒരു ബ്ലാക്കില് ഒരു ബേജ്, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ആണ്. ആൻഡ് രണ്ട് സൈഡിൽ നമുക്ക് ഇതേപോലത്തെ കസവുണ്ട് കേട്ടോ. നമുക്കപ്പോ സ്ലീവിൽ വേണമെങ്കിൽ ആ ഒരു ബോർഡർ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഈ ഒരു ബ്ലൗസ് പീസും ഇതും കൂടെയിട്ടും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ വെയർ സാരീസ് ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് നമുക്ക് ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർന്നു പോകും. അതുകൊണ്ട് താഴെ പെട്ടെന്ന് കമന്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സെമി പഷ്മിന സ്പൺ സാരിയുടെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത്, കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്ലാക്കില് പിങ്ക് ആൻഡ് ബോർഡറിൽ വന്നിട്ട് ഒരു പിങ്കിഷ് റെഡ് ആണ്. ശരിക്കും ഒരു ഉദിച്ച പിങ്ക് ഒന്നും അല്ല കേട്ടോ. നല്ല പിങ്കിഷ് റെഡ് ആയിട്ടുള്ള ചെറിയ ബോർഡറിൽ ചെറിയ കസവ് വന്നിട്ടുള്ള നല്ലൊരു പെൻ കലങ്കാരി സാരി. കളർ കോമ്പിനേഷൻ മാത്രമേ മാറുന്നുള്ളൂ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ആൻഡ് ഇതിന്റെ നമുക്ക് വന്നിട്ട് ബ്ലൗസ് പീസ് വരുമ്പോൾ ഇപ്പൊ ഇവിടെ ബോർഡറിൽ റെഡ്, ആ ഒരു റെഡ് പിങ്ക് അല്ലേ കാണുന്നത്, അത് തന്നെയാണ് നമുക്ക് ബ്ലൗസ് പീസിലും വരുന്നത്. ഇതേ കണ്ടോ, ഇങ്ങനെ വരും. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഈ പഷ്മിന സ്പൺ കലങ്കാരി പെൻ കലങ്കാരി ഡിസൈനർ വെയർ സാരിയിൽ നെക്സ്റ്റ് വരുന്ന കളർ എന്ന് പറയുന്നത് മസ്റ്റർഡ് യെല്ലോ ആണ്. മസ്റ്റർഡ് യെല്ലോ ഇതുപോലെ തന്നെ പിങ്ക് റെഡ് കോമ്പിനേഷൻ, അതിനോടൊപ്പം തന്നെ നമുക്കൊരു ആഷും കൂടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വരുന്ന ബേജ് ആഷ്, അങ്ങനെ
നമുക്ക് ഒത്തിരി കളർ കോമ്പിനേഷൻസ് ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. നമുക്ക് ആ ഫുൾ വർക്കിൽ ആ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇതിന്റെ പ്രൈസ് വരുമ്പോൾ 955 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇത് നല്ലൊരു കളറാണ് കേട്ടോ. ശരിക്കും സട്ടിൽ ആൻഡ് സോഫ്റ്റ് ഹംബിൾ ആയിട്ടുള്ള ഒരു കളറാണ്. മസ്റ്റർഡ് യെല്ലോ ശരിക്കും നമുക്ക് ട്രഡീഷണൽ ലുക്ക് വെയർ സാരീസിലൊക്കെ വരുമ്പോൾ കുറച്ച് നമുക്കൊരു ബ്രൈറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മസ്റ്റർഡ് യെല്ലോ വരാറുണ്ട്. പക്ഷെ ഇത് വന്നിട്ട് നമുക്ക് നല്ലൊരു സട്ടിൽ ആയിട്ടുള്ള എന്താ പറയാ, നല്ല ഒതുക്കമുള്ള ഒരു കളർ സാരി ആണ് കേട്ടോ. നെക്സ്റ്റ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇതേപോലെ നമുക്കൊരു ഒരു സെറ്റിൽ ആയിട്ട് റെഡ് കളർ, അതായത് ഈ ബോർഡറിൽ വരുന്ന സെയിം കളറിലാണ് ഈ പ്രിന്റ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇത് കൊടുത്ത് ശരിക്കും നമുക്ക് നല്ലൊരു മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും ഒരു എന്താ പറയാ, ട്രഡീഷണലിനേക്കാളും കൂടുതൽ നമുക്ക് തോന്നുന്ന ഒരു പ്രൊഫഷണൽ ലുക്കും കൂടെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാരിയാണ്. നമ്മൾ ഈ അജ്രക്ക് കലങ്കാരി പ്രിന്റ് സാരീസ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു പെൻ കലങ്കാരി സാരിയും കൂടെ. പക്ഷെ ഇതിന്റെ സെറി വന്നപ്പോൾ ഇതിന് ഇത്തിരി ഒരു എന്താ പറയാ, ഒരു ബ്രൈറ്റ് ലുക്കും കൂടെ കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഒലീവ് ഗ്രീൻ, അതായത് ഡാർക്ക് ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ, ലൈറ്റ് അല്ല. പക്ഷെ അതിൽ വന്നിരിക്കുന്ന കോമ്പിനേഷൻ റെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ഗ്രീൻ റെഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ ഈ പെൺകലങ്കാരിയുടെ ആ ഒരു ഡിസൈൻ പാറ്റേൺ കൂടെ വന്നപ്പോ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും കണ്ടോ, ഇങ്ങനെ വരും. നമ്മളിപ്പോ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ലൂല് ഇതേപോലെ ഡിസൈൻ, ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ടുള്ള ഒരു പീകോക്ക് ഡിസൈൻ ആണ് കേട്ടോ. ഈ കണ്ടോ, ഞാൻ കാണിക്കാം, കാണുന്നുണ്ടോ? ഓക്കെ, ഫുൾ ആയിട്ടുള്ള ഒരു പീകോക്ക് ഡിസൈൻ ആണ്. അതിൽ വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈനോട് കൂടി പെൻ കലങ്കാരി ഒരു പാറ്റേണും കൂടെ വന്നപ്പോൾ നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനർ വെയർ സാരിയാണ് ഇത്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ആൻഡ് അതോടൊപ്പം തന്നെ ഈ ഒരു കസവ് ബോർഡറും കൂടെ വന്നപ്പോൾ ഇത്തിരി ഒരു ട്രഡീഷണൽ ടച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതേപോലെ നല്ല യുണീക്കായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും കൂടെയാണ്. ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാ ബ്ലൗസ് പീസിലെ ഡിസൈൻസും സെയിം ആണ്. ആൻഡ് ഇത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമാണ്. ഈ കസവ് ബോർഡറിൽ നമുക്ക് എന്ത് കളറാണോ വരുന്നത് അത് തന്നെയാണ് നമുക്ക് ആ ഒരു ബ്ലൗസിന്റെ കളറിൽ വരുന്ന കോമ്പിനേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതലായിട്ട് അറിയണം, ചോദിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, താഴെ വന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡിലാണ്. അപ്പൊ നമുക്ക് പല്ലു അങ്ങനെ എക്സാക്ട് നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ പാറ്റേൺ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. ഇതേ കണ്ടോ, പെൻകലങ്കാരി ഡിസൈനിലെ പല്ലു പാട്ട് വരുന്നത് ഒറ്റ ഒരു പീകോക്ക് ഡിസൈൻ ആയിട്ടാണ്. ഇതിൽ വന്നിട്ട് ഈ ഒരു ബ്ലൂ, ലൈറ്റ് ബ്ലൂ, അതോടൊപ്പം തന്നെ ഒരു മസ്റ്റർഡ് ബ്രൗൺ ഷെയ്ഡ്, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ്, ബേജ്, ഇങ്ങനെ കുറെ കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്നത്. അപ്പൊ ഈ ഒരു പല്ലു വരും നമ്മളിങ്ങനെ ഉടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണ്ടോ, ഇങ്ങനെ കേട്ടോ. അപ്പൊ ഇതിൽ വന്നിട്ട് ഈ പിങ്ക് ബോർഡർ ആണ്. ഇത്ര നേരം നമ്മൾ കണ്ടത് റെഡ് ബ്ലാക്ക് ഒരു കോമ്പിനേഷൻ ബോർഡേഴ്സ് ആയിരുന്നു. പക്ഷെ ഇതിൽ വന്നിട്ട് നല്ലൊരു പിങ്ക് ബോർഡർ ആണ്. ഇത് കളർ എന്ന് പറയുന്നത് ഒരു നേവി ബ്ലൂ, പക്ഷെ ഡാർക്ക് അല്ല, ഒരു റോയൽ ബ്ലൂവിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു മിക്സ് കോമ്പിനേഷനിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനും കൂടെയാണ്. ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു പിങ്ക് കളറിലാണ് കേട്ടോ ബ്ലൗസ് പീസ് വരാം. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുമ്പോൾ ഇങ്ങനെ ഒരു പിങ്ക് കോമ്പിനേഷൻ വരും. ആൻഡ് നമുക്കിപ്പോ ബോർഡറിൽ നമുക്ക് കണ്ടോ ഇങ്ങനെ വരാം. നല്ല ഭംഗിയില്ലേ? നമുക്ക് ഇതേപോലത്തെ ഒരു ഫാൻസി മാലയൊക്കെയാണ് നമ്മൾ വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റഡ് ഒക്കെ മതി. അതായിരിക്കും കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ലുക്ക്. അപ്പൊ നമ്മള് പഷ്മിന സ്പൺ സെമി ആയിട്ടുള്ള ഈ ഒരു സാരിയില് പെൻ കലങ്കാരി ഡിസൈൻ പാറ്റേൺ, ഒരുപാട് കളേഴ്സിന്റെ ഒരു ബ്ലെൻഡിങ്, അതോടൊപ്പം തന്നെ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പീസ്, ഒരു ഡിസൈനർ വെയറും കൂടെയാണ്. ആൻഡ് ഇത് വന്നിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് 955 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ സാരി അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് കളർ കോമ്പിനേഷൻസിന്റെ ഒരു ബ്ലെൻഡിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സാരിയിൽ വരുന്നത്. ആൻഡ് പെൻ കലങ്കാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു ഇതെന്റെ ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയാണ്. കൊടുത്തിരിക്കുന്ന സാരിയുടെ ഡീറ്റെയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് മുമ്പ്, അതായത് നമ്മുടെ ട്യൂസ്ഡേയുടെ ലോങ് വീഡിയോസ് കണ്ടാൽ മതി. അപ്പോ ഈ ഒരു സാരി
നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, ഷോപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. വാട്സപ്പിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ബിഗ് ഫാമിലിയിലേക്ക് ഇപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഞാൻ ഒരു വെൽക്കം പറയാണ്. താങ്ക് യു സോ മച്ച്.